ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ശിരൂരിൽ മണ്ണിടിച്ചിലിൽ മരണപ്പെട്ട കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുനന്റെ വീട്ടിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സന്ദർശനം നടത്തി. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ജില്ലാതല ഉദ്ഘാടനം കൊയിലാണ്ടിയിൽ നടന്നു. ബേപ്പൂർ തുറമുഖത്തെ തൊഴിൽ പ്രശ്നത്തിൽ സർക്കാർ ഇടപെടണമെന്ന് മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ. ദർശനം ഗ്രന്ഥാലയത്തിൽ സമ്പൂർണ്ണ ശുചിത്വം ശുദ്ധഗ്രാമം പരിപാടി സംഘടിപ്പിച്ചു. ഞാൻ രാജശ്രീ കൃഷ്ണദാസ്. വിശദമായ വാർത്തകളിലേക്ക്. ശിരൂരിൽ മണ്ണിടിച്ചിലിൽ മരണപ്പെട്ട കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുന്റെ വീട്ടിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സന്ദർശനം നടത്തി. വീട്ടിലെത്തിയ ഗവർണർ അർജുനന്റെ ഭാര്യ കൃഷ്ണപ്രിയ, സഹോദരി അഞ്ജു, അമ്മ ഷീല എന്നിവരെ ആശ്വസിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ജില്ലാതല ഉദ്ഘാടനം കൊയിലാണ്ടിയിൽ നടന്നു. കാനത്തിൽ ജമീല MLA ഉദ്ഘാടനം ചെയ്തു. മാലിന്യ നിക്ഷേപം കണ്ടെത്താൻ നഗരസഭയിൽ സ്ഥാപിച്ച ക്യാമറകളുടെ ഉദ്ഘാടനവും MLA നിർവഹിച്ചു. ഗാന്ധി ജയന്തി ദിനത്തിൽ തുടങ്ങി അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനമായ 2025 മാർച്ച് 30 വരെ നീളുന്ന മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിൻ പ്രവർത്തനങ്ങളുടെ ജില്ലാതല ഉദ്ഘാടനവും കൊയിലാണ്ടി നഗരസഭയിലെ പൊതുസ്ഥലങ്ങളിലെ മാലിന്യ നിക്ഷേപങ്ങൾ കണ്ടെത്തുന്നതിന് 26 ഇടങ്ങളിൽ സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറകളുടെ ഉദ്ഘാടനവും കാനത്തിൽ ജമീല MLA നിർവഹിച്ചു. ശുചിത്വ കേരളം സുസ്ഥിര കേരളം എന്ന ലക്ഷ്യത്തോടെ സർക്കാരും നഗരസഭയും ഏറ്റെടുക്കുന്ന ക്യാമ്പയിൻ പ്രവർത്തനങ്ങളിൽ മുഴുവൻ ആളുകളും പങ്കെടുക്കണമെന്ന് MLA അഭ്യർത്ഥിച്ചു. കേരളം ഒരുപാട് മുന്നോട്ട് പോയി. സർക്കാരിന്റെ ഏറ്റവും വലിയൊരു ലക്ഷ്യമാണ് ഇന്ന് നെറ്റ് സീറോ കാർബൺ. എല്ലാ ഭാഗങ്ങളിലും അങ്ങനെ ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. കൊയിലാണ്ടി മുനിസിപ്പാലിറ്റി തീർച്ചയായിട്ടും അത് നേരത്തെ തന്നെ നടപ്പിലാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും കൊയിലാണ്ടി മുനിസിപ്പാലിറ്റിയെ നെറ്റ് സീറോ കാർബൺ ഏറ്റവും ലക്ഷ്യം കൈവരിക്കുന്ന ഒരു മുനിസിപ്പാലിറ്റി ആയിട്ട് മാറി എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ. ഇനിയും ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. ഇന്ന് ക്യാമറ ഫിറ്റ് ചെയ്യാൻ 26 ക്യാമറകളാണ് ഇവിടെ വെക്കുന്നത്. എവിടെയാണോ വേസ്റ്റ് ഇടുന്നത് കണ്ടെത്തുവാൻ ക്യാമറയുടെ കണ്ണുകൾ എപ്പോഴും ഉണ്ട് എന്നുള്ളത് ജനങ്ങൾക്ക് ആ രീതിയിലേക്കുള്ള ഒരു ഓർമ്മയുണ്ടെങ്കിൽ കുറച്ചെല്ലാം തന്നെ മാറ്റമുണ്ടായിരിക്കും. പരിപാടിയിൽ കൊയിലാണ്ടി നഗരസഭാ ചെയർപേഴ്സൺ സുധാ കിഴക്കേപ്പാട്ട് അധ്യക്ഷത വഹിച്ചു. തുടർന്ന് നഗരത്തിൽ ശുചിത്വ സന്ദേശ റാലി നടത്തി. നഗരസഭാ സെക്രട്ടറി ഇന്ദു എസ് ശങ്കരി ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. നവകേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ PT പ്രസാദ്, ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഗൗതമൻ M, തദ്ദേശ സ്വയംഭരണ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ അരുൺ K, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KA ഇന്ദിര, K ഷിജു, EK അജിത്, നിജില പറവക്കൊടി തുടങ്ങിയവരും കൗൺസിലർമാരും ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊയിലാണ്ടി. ബേപ്പൂർ തുറമുഖത്തെ തൊഴിൽ പ്രശ്നത്തിൽ സർക്കാർ ഇടപെടണമെന്ന് മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ. പ്രശ്നപരിഹാരത്തിന് തൊഴിലാളികൾ സമരേതര മാർഗങ്ങൾ സ്വീകരിക്കണമെന്ന് MDC നിവേദനത്തിൽ ആവശ്യപ്പെട്ടു. ബേപ്പൂർ തുറമുഖത്തെ ചുമട്ടുതൊഴിലാളികൾ കൂലി വർധന ആവശ്യപ്പെട്ട് പോർട്ട് ഓഫീസർക്കും ലേബർ ഓഫീസർക്കും ചരക്ക് ഏജന്റ് കൂട്ടായ്മയായ സവാസ്ക പ്രതിനിധികൾക്കും നൽകിയ നിവേദനത്തിൽ തീരുമാനമാകാത്തതിനെ തുടർന്ന് ചരക്കു നീക്കം നിലച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ പ്രശ്നപരിഹാരത്തിന് സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് അഭ്യർത്ഥിച്ച് തൊഴിൽ വകുപ്പ് മന്ത്രി, തുറമുഖ വകുപ്പ് മന്ത്രി, ടൂറിസം മന്ത്രി എന്നിവർക്ക് മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ പ്രസിഡന്റ് ഷവലിയർ C ചാക്കുണ്ണി, രക്ഷാധികാരി A ശിവശങ്കരൻ എന്നിവർ ചേർന്ന് നിവേദനം നൽകി.
യഥാസമയം ചർച്ചകൾ വഴി ഇത് പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നുവെങ്കിൽ ചരക്കുനീക്കം നിലയ്ക്കുമായിരുന്നില്ല എന്നും അവർ പറഞ്ഞു. നമ്മുടെ ബാർജുകളും ഉരുക്കളൊക്കെ ബേപ്പൂർ വിട്ടൊഴിയുന്ന സാഹചര്യത്തിലെത്തിയിരിക്കുന്നത്. ഈ സമരം വൈകി തീർന്നാൽ ഇതൊക്കെ തിരിച്ചു വരുന്ന കാര്യത്തിൽ വളരെയധികം ആശങ്കയുണ്ട്. ഈ കാര്യത്തിൽ അടിയന്തരമായ നടപടി സ്വീകരിച്ച് എത്രയും വേഗം സമരം ചർച്ചകൾ പെൻഡിങ് വെച്ച് തൊഴിലാളി സമരത്തിന് പിന്മാറുകയും അവരുടെ ന്യായമായ ആവശ്യങ്ങൾ പരിശോധിച്ച് തീരുമാനിക്കാൻ അവകാശം നൽകുകയും വേണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. അല്ലെങ്കിൽ കോഴിക്കോട് വലിയങ്ങാടിക്ക് സംഭവിച്ച ഒരു അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. നിരന്തര സമരങ്ങളുടെ പേരിലാണ് കോഴിക്കോട് വലിയങ്ങാടി നിന്ന് വളരെയധികം ശോഷിച്ചിരിക്കുകയാണ്. ആ അനുഭവം വരാതിരിക്കാൻ വേണ്ടി എത്രയും വേഗം പണിമുടക്ക് പിൻവലിച്ച് തൊഴിലാളികൾ സഹകരിക്കണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. എത്രയും വേഗം ഈ പ്രശ്നം രമ്യമായി ഒത്തുതീർപ്പാക്കാൻ സർക്കാർ ഇടപെടണമെന്നും കയറ്റുമതി ഇറക്കുമതി രംഗത്ത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്ന ചരക്ക് നീക്കത്തിന്റെ സ്തംഭനം ഒഴിവാക്കാനായി തൊഴിലാളികൾ മതേതര മാർഗം സ്വീകരിക്കണമെന്നും പ്രസിഡന്റും രക്ഷാധികാരിയും അഭ്യർത്ഥിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ദർശനം ഗ്രന്ഥാലയത്തിൽ സമ്പൂർണ്ണ ശുചിത്വം ശുദ്ധഗ്രാമം പരിപാടി നടന്നു. സ്വച്ഛത ഹി സേവ ക്യാമ്പയിന്റെ ഭാഗമായാണ് വിവിധ പരിപാടികൾ നടന്നത്. പരിസ്ഥിതി പ്രവർത്തകരും എഴുത്തുകാരും പങ്കെടുത്തു. കോഴിക്കോട് കളാണ്ടിത്താഴം ദർശനം സാംസ്കാരിക വേദിയിൽ നടന്നുവന്ന സ്വച്ഛത ഹി സേവ ദേശീയ ക്യാമ്പയിൻ സാഹിത്യ സാംസ്കാരിക പാരിസ്ഥിതിക ചർച്ചകളോടെ സമാപിച്ചു. മഹാത്മാഗാന്ധിയുടെ സ്വാശ്രയ ഗ്രാമം എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനുമായ ലത്തീഫ് പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ അധീനതയിലായിരുന്ന ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ ആ മുഷ്കിൽ മുന്നിൽ ഗാന്ധിജി വളരെ ഒരു ഒറ്റമുണ്ടെടുത്ത് അഹിംസാ മാർഗത്തിലൂടെ രക്തച്ചൊരിച്ചിലില്ലാതെ നമുക്ക് സ്വാതന്ത്ര്യം വാങ്ങി തന്നെങ്കിൽ അത് ലോക അത്ഭുതങ്ങളിൽ തന്നെ ഒന്നായിരുന്നു. സമ്പൂർണ്ണ ശുചിത്വം ശുദ്ധഗ്രാമം മറയൂർ അനുഭവങ്ങൾ എന്ന വിഷയത്തിൽ നിറവ് വേങ്ങേരി ഡയറക്ടർ ബാബു പറമ്പത്ത് പവർ പോയിന്റ് അവതരണം നടത്തി. ശ്രീലത രാധാകൃഷ്ണൻ, ശ്രീരഞ്ജിനി ചേവായൂർ, കെ വരദേശ്വരി, ലത്തീഫ് പറമ്പിൽ, ശാന്തിനി KP, യുവ ശാസ്ത്രജ്ഞൻ നവീൻ പ്രസാദ് എന്നിവർ സ്വന്തം രചനകൾ ദർശനം ഗ്രന്ഥശാലയ്ക്ക് കൈമാറി. ഗ്രന്ഥശാല വയോജനവേദി കൺവീനർ KT ഫിലിപ്പ് ഏറ്റുവാങ്ങി. ദേശീയ ബാലശാസ്ത്ര കോൺഗ്രസിൽ നവീൻ പ്രസാദ് അവതരിപ്പിച്ച പ്രോജക്ട് കേരളത്തിലെ പൂമ്പാറ്റകൾ എന്ന ഗ്രന്ഥം ദർശനം ലിജോയ് ജോർജ് സ്മാരക ബാലവേദി മെന്റർ P ജസിലുദ്ദീൻ ഏറ്റുവാങ്ങി. ദർശനം ഗ്രന്ഥാലയത്തിലെ അംഗങ്ങളായ യുവാക്കൾക്ക് താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം PK ശാലിനി അനുമോദന പത്രിക സമർപ്പിച്ചു. ഗ്രന്ഥാലയം സംഘടിപ്പിച്ച ചിത്രരചനാ മത്സരങ്ങളിലെ വിജയികൾക്കും അക്ഷരപ്പൂക്കളം ഒരുക്കിയവർക്കും അതിഥികൾ മെമന്റോയും സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു. പരിപാടിയിൽ ഗ്രന്ഥശാല വൈസ് പ്രസിഡന്റ് CP ആയിഷ B അധ്യക്ഷയായിരുന്നു. ജോയിന്റ് സെക്രട്ടറി TK സുനിൽകുമാർ, സെക്രട്ടറി MA ജോൺസൺ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഗാന്ധി ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി കുതിരവട്ടം ഗവൺമെന്റ് മാനസിക ആരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവേശന കവാടത്തിന് റോട്ടറി കാലിക്കറ്റ് സിറ്റിയുടെ നേതൃത്വത്തിൽ മുഖം മിനുക്കൽ. മൈൻഡ്ഫുള്ളി എന്ന് പേരിട്ട സൗന്ദര്യവൽക്കരണ പദ്ധതിക്ക് ഗാന്ധി ജയന്തി ദിനത്തിൽ തുടക്കമിട്ടു.
വരഗ്രീനിന്റെ കൂട്ടായ്മയിൽ ആർട്ടിസ്റ്റ് ജോഷി പേരാമ്പ്രയുടെ നേതൃത്വത്തിലാണ് പ്രത്യേകതരം ആർട്ട് ചിത്രം ഡിസൈൻ ചെയ്ത് കുതിരവട്ടം ഗവൺമെന്റ് മാനസികാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവേശ കവാടത്തിൽ സൗന്ദര്യവൽക്കരണം നടത്തുന്നത്. റോട്ടറി കാലിക്കറ്റ് സിറ്റിയുടെ നേതൃത്വത്തിൽ മൈൻഡ്ഫുള്ളി എന്ന് പേരിട്ട പദ്ധതി ഗാനരചയിതാവ് നിതീഷ് നടേരി ലോഗോ കൈമാറി ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെട്ടവർക്ക് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ ഗാന്ധിജിയുടെ ആശയം കൂടിയാണ് കാലിക്കറ്റ് റോട്ടറി സിറ്റി പ്രചരിപ്പിക്കുന്നതെന്ന് നിതീഷ് നടേരി പറഞ്ഞു. ഗാന്ധിജി എപ്പോഴും പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരെ കുറിച്ചാണ് എപ്പോഴും ആലോചിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഗാന്ധിജി അന്നത്തെ ഗവൺമെന്റിന്റെ പദ്ധതികൾ ആലോചിക്കുമ്പോൾ എന്ത് പദ്ധതികൾ ഗവൺമെന്റ് ആലോചിച്ചാലും അത് ഏറ്റവും ദരിദ്രരായ മനുഷ്യന്റെ മുഖം കണ്ടിട്ട് ആലോചിക്കണമെന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഗാന്ധി ജയന്തി ദിനത്തിൽ റോട്ടറി ക്ലബ്ബ് ആലോചിക്കുന്നത് നമ്മളെ എപ്പോഴൊക്കെയോ മാറ്റി നിർത്തപ്പെട്ട മനുഷ്യനെ കുറിച്ചാണ്. ഗവൺമെന്റ് മാനസികാരോഗ്യ കേന്ദ്രം ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ ലാലു ജോൺസ് ലോഗോ ഏറ്റുവാങ്ങി. റോട്ടറി കാലിക്കറ്റ് സിറ്റി പ്രസിഡന്റ് സജിൽ നരിക്കോടൻസ് അധ്യക്ഷനായി. അപ്പം ഇതൊരു ആതുരാലയമോ മാറ്റിയിട്ട് ഇതൊരിക്കലും മെന്റൽ ഹോസ്പിറ്റലായി കാണാത്ത അവസ്ഥയിലേക്ക് ഇതിന്റെ ഒരു ബ്യൂട്ടിഫിക്കേഷൻ നടത്താൻ റോട്ടറി കൈയും കൈയുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഈ പ്രൊജക്ടിന്റെ പേര് മൈൻഡ്ഫുള്ളി എന്നാണ്. ഇത് ഒരു പെയിന്റിംഗ് മാത്രമല്ല, ഈ കംപ്ലീറ്റ് ബ്യൂട്ടിഫിക്കേഷൻ നമ്മൾ നടത്തും. ഇതിന്റെ സസ്റ്റൈനബിലിറ്റി നമ്മൾ ഏറ്റെടുക്കും. ഒരു വർഷം കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പാണ് കാലിക്കറ്റ് സിറ്റിയുടെ അടുത്ത പ്രസിഡന്റ് ആരാണ് വരുന്നത് അവരുടെ പ്രോഗ്രാം ഇവിടെ വെച്ച് നടത്തും. ഇത് ഇനി കാലാകാലങ്ങളാണ് ഇതിന്റെ എൻട്രൻസ്. അതിന്റെ ഒരു വൈബിലും ആ ഒരു പോസിറ്റീവ് എനർജി നിർത്തിയെടുക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. സെക്രട്ടറി MS രാജീവ്, പ്രോഗ്രാം കോർഡിനേറ്റർ ജോബി ജോസഫ്, MK അനുലിപ, ശ്രുതി കൃഷ്ണ തുടങ്ങിയവർ സംബന്ധിച്ചു. 2 ആഴ്ചയ്ക്കുള്ളിൽ പദ്ധതി അധികൃതർക്ക് കൈമാറാനാണ് സംഘാടകരുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഫറോക്ക് നഗരസഭയിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ NC അബ്ദുൾ റസാഖ് നിർവഹിച്ചു. പാതയോര സൗന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം, ശുചിത്വ സന്ദേശ റാലി, ശുചിത്വ ശൃംഖല, മെഗാ ശുചീകരണം, സൈക്കിൾ റാലി, ശുചിത്വ പ്രതിജ്ഞ, ബാലസഭ തുടങ്ങി വ്യത്യസ്തമായ നിരവധി പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിച്ചത്. നഗരസഭാതല പരിപാടികളുടെ ഉദ്ഘാടനം ഫറോക്ക് ചുങ്കത്ത് നഗരസഭാ ചെയർമാൻ NC അബ്ദുൾ റസാഖ് നിർവഹിച്ചു. ഫറോക്ക് ചുങ്കം കേന്ദ്രീകരിച്ച് നടന്ന ശുചിത്വ സന്ദേശ റാലിയിൽ 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. ഹരിതകർമ്മസേന, ക്രസന്റ് നഴ്സിംഗ് കോളേജ് NSS യൂണിറ്റ്, ജനപ്രതിനിധികൾ, നഗരസഭാ ജീവനക്കാർ, പൊതുജനങ്ങൾ ഉൾപ്പെടെയുള്ളവർ ശുചിത്വ ശൃംഖലയിൽ അണിനിരന്നു. ചുങ്കം 8-3 വെച്ച് നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV അഷറഫ് മാലിന്യമുക്ത പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ചുങ്കം ബസ് സ്റ്റോപ്പിന് സമീപം മാലിന്യ നിക്ഷേപ കേന്ദ്രമായിരുന്ന ആൽമരത്തിന്റെ ചുറ്റും പൊതുജനങ്ങൾക്ക് വിശ്രമിക്കാനുള്ള ഇരിപ്പിടം ക്രസന്റ് ആശുപത്രിയുടെ സഹകരണത്തോടെ ഒരുക്കുന്നതിന്റെ ഉദ്ഘാടനവും നടന്നു. തുടർന്ന് നടന്ന മെഗാ ശുചീകരണ യജ്ഞത്തിൽ നിരവധി പേർ പങ്കെടുത്തു. ഡിവിഷനുകളിലും ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങളും വൈവിധ്യമാർന്ന മറ്റ് പരിപാടികളും സംഘടിപ്പിച്ചു. നഗരസഭാതല ഉദ്ഘാടന പരിപാടിയിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P ബൽക്കീസ്, കൗൺസിലർമാരായ അൻവർ അലി, ഷനൂബിയ നിയാസ്, ക്ലീൻ സിറ്റി മാനേജർ EK രാജീവ്, സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ V ഖാലിദ്, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ഷിജി CS, M ഐഷ BV, MT ഷീബ, C സുബിൽ, N സഷിത, TP ആതിര, TS ശ്രീലക്ഷ്മി, ശുചീകരണ വിഭാഗം ജീവനക്കാർ, ഹരിതകർമ്മസേന അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഫറോക്ക്. കോർപ്പറേഷൻ വയോജനോത്സവം കരുവശ്ശേരി പാർക്കിൽ നടന്നു. തോട്ടത്തിൽ രവീന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. വയോജനങ്ങളുടെ കലാമത്സരങ്ങളും അരങ്ങേറി. കോഴിക്കോട് കോർപ്പറേഷൻ അർബൻ 3 വയോജന ദിനാചരണത്തിന്റെ ഭാഗമായുള്ള വയോജനോത്സവം കരുവശ്ശേരി പാർക്കിൽ നടന്നു. കോർപ്പറേഷൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P ദിവാകരന്റെ അധ്യക്ഷതയിൽ തോട്ടത്തിൽ രവീന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. പ്രയാസം എന്താണെന്ന് വെച്ചാൽ എന്താണ് ഈ പകൽ വീടുകളെ കുറിച്ച് ആലോചിക്കാനുണ്ടായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്, അച്ഛനും അമ്മയും മാത്രം വീട്ടിലുള്ള മക്കളൊക്കെ ജോലിക്ക് പോകും. പകൽ സമയത്ത് ആരും ഉണ്ടാവില്ല. ചിലപ്പം ഭാര്യ മരിച്ചിട്ടുണ്ടാകും, ചിലപ്പം ഭർത്താവ് മരിച്ചിട്ടുണ്ടാകും. ഒറ്റപ്പെട്ട ഒരു ജീവിതം. അപ്പം പരസ്പരം ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരുപാട് വിഷമങ്ങളൊക്കെ മറന്നു പോകുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പോൾ പകൽ വീടുകളിൽ ഞാൻ പലപ്പോഴും പോയി കണ്ടിട്ടുണ്ട് പല സ്ഥലത്തും. കാരണം എന്തൊരു നല്ല നിലയിൽ അത് കൊണ്ടുനടക്കുന്നറിയാം. കാരണം ഒന്നിച്ച് ഒരു കൂട്ടായ്മ വലിയ, കാരണം പലതും അവർ പരസ്പരം കൈമാറാനുള്ള, സ്വാഭാവികമായിട്ടും പ്രായമാകുമ്പോഴാണല്ലോ നമുക്ക് സംസാരിക്കാൻ മറ്റ്
ജോലിയിലോ മറ്റെന്തെങ്കിലുമൊക്കെ ഇടപെടുന്ന സമയത്ത് നമുക്ക് മറ്റൊന്നിനെക്കുറിച്ചും നമുക്ക് ഓർമ്മയുണ്ടാവില്ല, വേറെ സമയം ഉണ്ടാവില്ല അന്ന്. പക്ഷേ എല്ലാ സ്ഥലത്തുനിന്നും റിട്ടയർ ചെയ്ത് ബാക്കി വീട്ടിലിരിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ ഇതിൻ്റെ പ്രയാസങ്ങൾ മുഴുവൻ അറിയുക. അപ്പോഴാണ് വെറുതെ ഇരിക്കുമ്പോഴാണ് നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ വരാനിടയാവുന്നത്. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി രേഖ, വി പി മനോജ്, കൗൺസിലർമാരായ എസ് എം തുഷാര, സൗഫിയ അനീഷ്, അനുരാധ തായാട്ട്, മനോഹരൻ മങ്ങാറയിൽ, കെ റീജ തുടങ്ങിയവർ പങ്കെടുത്തു. ഇ ജിഷിത റിപ്പോർട്ട് അവതരിപ്പിച്ചു. തുടർന്ന് വയോജനങ്ങളുടെ കലാമത്സരങ്ങളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി മറ്റൊരിടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. PV ഗംഗാധരൻ വിട പറഞ്ഞിട്ട് 1 വർഷം തികയുന്ന പശ്ചാത്തലത്തിൽ ദ്വിദിന ചലച്ചിത്ര ശില്പശാല സംഘടിപ്പിക്കുന്നു. ഒക്ടോബർ 5, 6 തീയതികളിൽ വെള്ളിമാടുകുന്ന ജെൻഡർ പാർക്കിലാണ് ശില്പശാല നടക്കുക. സിനിമാ താരങ്ങളും സംവിധായകരും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും പങ്കെടുക്കും. സിനിമാ നിർമ്മാതാവും KTC പാർട്ണറും മാതൃഭൂമി ഹോൾ ടൈം ഡയറക്ടറുമായിരുന്ന PV ഗംഗാധരന്റെ സ്മരണയ്ക്കായി വെള്ളിമാടുകുന്ന ജെൻഡർ പാർക്കിൽ നടക്കുന്ന ഗംഗാതരംഗം ശില്പശാലയുടെ ഉദ്ഘാടനം ഒക്ടോബർ 5-ന് പ്രശസ്ത സംവിധായകൻ സിബി മലയിൽ നിർവഹിക്കും. തിരക്കഥ, സംഭാഷണം, സംവിധാനം എന്നീ മേഖലകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ക്യാമ്പിൽ 18-നും 30-നും ഇടയിൽ പ്രായമുള്ള 30ഓളം പേർ പങ്കെടുക്കും. സ്ക്രിപ്റ്റ് ആൻഡ് ഡയറക്ഷൻ ബേസ് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. അതിൽ ഒരുപാട് എൻട്രികൾ വന്നു, 100-ന് മേലെ എൻട്രീസ് വന്നിട്ടുണ്ട്. അതിൽ നിന്നൊരു 30 പേരെ സെലക്ട് ചെയ്തിട്ട് അതിൽ അവർക്കാണ് നമ്മൾ ഈ ക്ലാസ്സസ് കൊടുക്കുന്നത്. ക്ലാസ് നടത്താൻ നമുക്ക് സംവിധായകരായ സതിൻ അന്തിക്കാട്, സിബി മലയിൽ, തരുൺമൂർത്തി, വിധു വിൻസെന്റ്. ദ്വിദിന ചലച്ചിത്ര ശില്പശാലയുടെ സമാപന സമ്മേളനത്തിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഒക്ടോബർ 6-ന് വൈകിട്ട് നടക്കുന്ന ചടങ്ങിൽ ശില്പശാലയിൽ ക്യാമ്പംഗങ്ങൾ നിർമ്മിച്ച കൊച്ചു സിനിമകൾ വിലയിരുത്തി തെരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും നല്ല മൈക്രോ മൂവിക്കുള്ള ഉപഹാരവും സർട്ടിഫിക്കറ്റും ക്യാഷ് അവാർഡും മന്ത്രി സുരേഷ് ഗോപി സമ്മാനിക്കും. മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് പഴയകാല പിന്നണി ഗായിക മച്ചാട്ട് വാസന്തിക്കുള്ള കൈത്താങ് സമ്മാനിക്കും. ഗംഗാതരംഗത്തിൻ്റെ ഭാഗമായിട്ട് കൈത്താങ് ഒരു വെറ്ററൻ സിംഗർ മച്ചാട്ട് വാസന്തി അവർക്കാണ്. PV ഗംഗാധരന്റെ സ്മരണയ്ക്കായി കോഴിക്കോട്ട് ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിക്കുന്ന കാര്യം പരിഗണനയിലാണെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. AK പ്രേംനാഥ് ഹൃദയങ്ങളിൽ ജീവിക്കുന്ന സോഷ്യലിസ്റ്റ് നേതാവാണെന്ന് കിസാൻ ജനത സംഘടിപ്പിച്ച അനുസ്മരണ യോഗത്തിൽ പറഞ്ഞു. AK പ്രേംനാഥിന്റെ 1ാം ചരമവാർഷിക ദിനമാണ് ആചരിച്ചത്. കിസാൻ ജനത നേതാക്കൾ പങ്കെടുത്തു. മുൻ MLAയും സോഷ്യലിസ്റ്റ് നേതാവുമായിരുന്ന അഡ്വക്കേറ്റ് MK പ്രേംനാഥിന്റെ 1ാം ചരമവാർഷികം കിസാൻ ജനത നൊച്ചാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചാലിക്കര അംഹാസ് ഓഡിറ്റോറിയത്തിൽ നടന്നു. കിസാൻ ജനത സംസ്ഥാന ജനറൽ സെക്രട്ടറി വത്സൻ എടക്കോടൻ ഉദ്ഘാടനം ചെയ്തു. ജനഹൃദയങ്ങളിൽ ജീവിക്കുന്ന സോഷ്യലിസ്റ്റ് നേതാവായി എന്നും അഡ്വക്കേറ്റ് MK പ്രേംനാഥ് നിലനിൽക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. വിദ്യാർത്ഥി ജീവിതം തൊട്ട് അഭിഭാഷകനും MLAയും സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ നേതാവായി ഇരുന്നപ്പോഴും ജീവിതാന്ത്യം വരെ സാധാരണക്കാരുടെ ഇടയിൽ അവർക്ക് വേണ്ടി മാത്രമായി ജീവിക്കുകയായിരുന്നു ഡോക്ടർ MK പ്രേംനാഥ് എന്നും അദ്ദേഹം അനുസ്മരിച്ചു. ചടങ്ങിൽ ലത്തീഫ് വെള്ളിലോട്ട് അധ്യക്ഷനായിരുന്നു. അഡ്വക്കേറ്റ് രാജീവൻ മല്ലിശ്ശേരി അനുസ്മരണ പ്രഭാഷണം നടത്തി. കല്ലോട് ഗോപാലൻ, K രാജൻ, PC സതീഷ്, KV ബാലൻ, KK പ്രേമൻ, രജീഷ് കിഴക്കയിൽ തുടങ്ങിയവരും സംസാരിച്ചു. തറവാടിത്തമുള്ള ഒരു കുടുംബത്തിലെ അംഗമെന്ന നിലയ്ക്കാണ് പ്രേമേട്ടൻ്റെ ജനനം. പിന്നീട് അഴിയൂർ ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് സോഷ്യലിസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ ISOവിൻ്റെ സജീവ പ്രവർത്തകനായി മാറിയത്.
പിന്നീട് പഠന കാലയളവിൽ മടപ്പള്ളി കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ അദ്ദേഹം ISOവിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ട്. ന്യൂസ് ബ്യൂറോ, ബാലുശ്ശേരി. കളിച്ചിരികളുമായി സ്റ്റാർ കെയറിന്റെ എൽഡൻ നെസ്റ്റ് സംഗമം. ലോക വയോജന ദിനാചരണത്തോടനുബന്ധിച്ചാണ് വയോജന സംഗമം നടത്തിയത്. ചെയർമാൻ ഡോക്ടർ അബ്ദുള്ള ചെറിയക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിശേഷങ്ങൾക്കൊപ്പം കളിയും ചിരിയും സന്തോഷങ്ങളും ചേർത്തുവെച്ച് പ്രായമേറിയവരുടെ എൽഡർ നെസ്റ്റ് സംഗമം. ലോക വയോജന ദിനാചരണത്തോടനുബന്ധിച്ച് കോഴിക്കോട് സ്റ്റാർ കെയർ ഹോസ്പിറ്റലാണ് എൽഡർ നെസ്റ്റ് പ്രിവിലേജ് പ്രോഗ്രാമിന്റെ ഭാഗമായി വയോജനങ്ങളുടെ സംഗമം കോഴിക്കോട് താജ് ഹോട്ടലിൽ സംഘടിപ്പിച്ചത്. സ്റ്റാർ കെയർ ചെയർമാൻ ഡോക്ടർ അബ്ദുള്ള ചെറിയക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. വയസ്സന്മാരെ സഹായിക്കാൻ വേണ്ടി മാത്രം ഇപ്പൊ നമുക്ക് അൽപക്ക വേദികളും അത് ഇതൊക്കെ ഉണ്ട്. ഇവരെ പ്രത്യേകിച്ച് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സെറ്റപ്പ് ഇല്ല. കുറച്ച് ആൾക്കാരൊക്കെ അവരിവിടെ പോയിട്ട് ഇത് സഹായിച്ചു കൊടുക്കാന്നല്ലാതെ ഇതിനിടയ്ക്ക് കോർപ്പറേഷൻ ഒരു ഇൻട്രസ്റ്റ് എടുത്തിട്ട് എല്ലാവർക്കും പലയിടത്തും അവർക്ക് വൈകുന്നേരം ഇരിക്കാൻ വേണ്ടിയിട്ടൊരു സ്ഥലം ഒക്കെ ഉണ്ടാക്കലും പകൽ വീട് എന്നൊക്കെ പറഞ്ഞു അത് ആക്റ്റീവായിട്ട് അങ്ങ് ഇതായില്ല. അതൊരു വലിയൊരു ആവശ്യമായി. രോഗങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാൾ ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുകയാണ് വേണ്ടതെന്ന് സ്റ്റാർ കെയർ ഫാമിലി ഫിസിഷ്യൻ ഡോക്ടർ വിജയരാജ് പറഞ്ഞു. ഡയറ്റീഷ്യൻ ബിനാഷ, ഫിസിയോതെറാപ്പിസ്റ്റ് ശബരീഷ് S എന്നിവർ സംസാരിച്ചു. സംഗമത്തിന്റെ ഭാഗമായി 82 വയസ്സിലും സേവന രംഗത്ത് കർമ്മനിരതനായ ഡോക്ടർ അബ്ദുള്ള ചെറിയക്കാട്ടിന് സ്റ്റാർ കെയറിന്റെ ആദരം സമർപ്പിച്ചു. കോർപ്പറേഷൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജയശ്രീ, ഡെപ്യൂട്ടി മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ഫിബിൻ തൻവീർ, ഡോക്ടർ ലൈജു അബ്ദുള്ള, സത്യ, മാർക്കറ്റിംഗ് മാനേജർ വിനീഷ് നെല്ലിശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. മലയാള സാഹിത്യ കുലപതി P. കേശവദേവിന്റെ 120ാം ജന്മവാർഷികാഘോഷവും അവാർഡ് സമർപ്പണവും നടത്തി. പ്രശസ്ത സാഹിത്യകാരൻ PR നാഥൻ ഉദ്ഘാടനം ചെയ്തു. അനുസ്മരണ സമിതി ചെയർമാൻ ആറ്റക്കോയ പള്ളിക്കണ്ടി അധ്യക്ഷത വഹിച്ചു. കേശവദേവ് പുരസ്കാരം PP ശ്രീധരനുണ്ണി ഉസ്മാൻ ഒഞ്ചിയം ഒരിയാനയ്ക്ക് സമ്മാനിച്ചു. UK കുമാരൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. പീപ്പിൾസ് റിവ്യൂ സ്പെഷ്യൽ സപ്ലിമെന്റ് പ്രകാശനം MK അബൂബക്കർ ഹാജി, K. മുസ്തഫ മാനേജിംഗ് ഡയറക്ടർ മാക് ബിൽഡേഴ്സിന് നൽകി പ്രകാശനം ചെയ്തു. PT നിസാർ പുരസ്കാര ജേതാവിനെ പരിചയപ്പെടുത്തി. BP സദാനന്ദൻ, റൂബി, TP റഷീദ്, മുസ്തഫ മാസ്റ്റർ എന്നിവർ ആശംസകൾ നേർന്നു. അവാർഡ് ജേതാവ് ഉസ്മാൻ ഒഞ്ചിയം ഒരിയാന മറുമൊഴി നടത്തി. ഡോക്ടർ EK ഗോവിന്ദവർമ്മരാജ സ്വാഗതവും PK ജയചന്ദ്രൻ നന്ദിയും പറഞ്ഞു. വിമൻസ് ഇന്ത്യൻ അസോസിയേഷൻ ഓണം ആഘോഷിച്ചു. തളി പത്മശ്രീ കല്യാണ മണ്ഡപത്തിൽ വെച്ച് നടന്ന പരിപാടി എഴുത്തുകാരി ഡോക്ടർ EP ജ്യോതി ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് ഉഷ രവീന്ദ്രൻ അധ്യക്ഷയായിരുന്നു. സെക്രട്ടറി ലക്ഷ്മി ശിവകുമാർ, ലക്ഷ്മി നന്ദകുമാർ, രാധാമണി മോഹനചന്ദ്രൻ, ശശികല തമ്പാൻ തുടങ്ങിയവർ സംസാരിച്ചു. സിതാര സേതുവിന്റെ നേതൃത്വത്തിൽ നടത്തിയ കലാപരിപാടികൾ ശ്രദ്ധേയമായി. എരഞ്ഞിക്കൽ കാരന്നൂർ NSS ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ആർട്സ് ഫെസ്റ്റിവൽ കേളിക്കൊട്ട് 2024 തുടക്കമായി. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനുമായ P. അനിൽ ഉദ്ഘാടനം ചെയ്തു. കാരന്നൂർ NSS കരയോഗം പ്രസിഡന്റ് A. ഗിരീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. കരയോഗം സെക്രട്ടറി M. ശശിധരൻ, വനിതാ സമാജം പ്രസിഡന്റ് C. ഗീത, ട്രഷറർ K. പ്രേമചന്ദ്രൻ, പ്രധാന അധ്യാപിക ദീപ മനോജ് അമ്പലപ്പടി, ഈസ്റ്റ് റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് രവീന്ദ്രൻ കർമ്മന, നിഷ സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശിരൂരിൽ മണ്ണിടിച്ചിലിൽ മരണപ്പെട്ട കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുനന്റെ വീട്ടിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സന്ദർശനം നടത്തി. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ജില്ലാതല ഉദ്ഘാടനം കൊയിലാണ്ടിയിൽ നടന്നു. പേപ്പൂർ തുറമുഖത്തെ തൊഴിൽ പ്രശ്നത്തിൽ സർക്കാർ ഇടപെടണമെന്ന് മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ.
ദർശനം ഗ്രന്ഥാലയത്തിൽ സമ്പൂർണ്ണ ശുചിത്വം ശുദ്ധഗ്രാമം പരിപാടി സംഘടിപ്പിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.